ഇന്ന് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പോവാണ്. എവിടേക്കാന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ പോകുന്നത് ഇപ്പോൾ ഡയറക്റ്റ് എറണാകുളം വന്ദേ ഭാരതിലാണ് പോകുന്നത്. എറണാകുളത്ത് എത്തിയിട്ട് അവിടുന്ന് കാർ എടുത്തിട്ട് പോവും. ഇപ്പോൾ പോകുന്നത് വന്ദേ ഭാരത് രാവിലെ കോഴിക്കോട് നിന്ന് 8:45 9 മണിക്ക് ഉള്ള വന്ദേ ഭാരത്. അത് ഏകദേശം ഒരു 11:40 ആകുമ്പോൾ കൊച്ചിയിലെത്തും. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് വന്നു. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല മഴയുള്ള സമയമല്ലേ, എല്ലായിടത്തിലും റോഡ് ബ്ലോക്കും. ഓൾറെഡി ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ എത്തി ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ നേരെ നമ്മൾ പോകുന്നത് മാരാരിക്കുളം അബാദിൻ്റെ ടേർട്ടിൽ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്. ഒരു 1 hour 1.5 hour ഡ്രൈവിൽ നമ്മൾ റിസോർട്ടിലെത്തി. ഇതാണ് റിസോർട്ടിൻ്റെ ഉൾവശം. നല്ല ഭംഗിയുണ്ട്. ഫുൾ ചെടികളും ലാൻഡ്സ്കേപ്പിങ്ങും അവിടുത്തെ നിറയെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല മഴയായിരുന്നു. നമ്മൾ ചീഞ്ഞ മഴ എന്നറിയില്ല, അങ്ങനത്തെ മഴയാണ്. അതുകൊണ്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ അവരുടെ ഇതിലുണ്ടായിരുന്നു. ഈ ബട്ടർഫ്ലൈ ഗാർഡൻ, സൈക്ലിങ്, അതൊന്നും നമുക്ക് പിന്നെ ആയുർവേദിക് മസാജ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മഴയും ഒരു ഫീൽ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ആ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ റിസപ്ഷനിലെത്തുക. അങ്ങനെ റിസപ്ഷനിലെത്തി അവിടുത്തെ നമ്മൾ ബാക്കി ID കാർഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കണമല്ലോ, അതെല്ലാം കൊടുത്തു. കുറച്ച് ഓൾറെഡി 2 മണിക്കായിരുന്നു ചെക്ക്. ഞങ്ങൾ അതിന് മുമ്പേ ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 1.5 hours ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് റൂമിലേക്ക് പോയി. അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു കായലുണ്ട്, മറ്റേ സൈഡിൽ ബീച്ചും ഉണ്ട്. പ്രൈവറ്റ് ബീച്ചുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഹൈലൈറ്റ്. പിന്നെ പൂളും ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിൽ നല്ല അടിപൊളി കുറേ കാറുകളൊക്കെ കണ്ട് ആ കാറിനൊക്കെ വായി നോക്കി ഇങ്ങനെ പോവാണ്. ഈ സമയത്ത് അവർ നമ്മളെ ലഗേജൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധനം മറന്നിട്ട് എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. ഇതിൽ കയറ്റി നമ്മളെ ലഗേജൊക്കെ റൂമിലെത്തിക്കും. ഞങ്ങളുടെ റൂമിലേക്ക് ഒരുപാട് വില്ലാസ് പോലെ ഉണ്ട്. സൈഡിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോണ്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആമ ഉണ്ട്. അത് ഞങ്ങൾ രാത്രിയാണ് പിന്നെ കണ്ടത്. ഇത് ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു വീട് പോലെ, അതിൽ ഒന്നിൽ ഞങ്ങൾ ഓരോരോ ഫാമിലി ആയിട്ട് കയറി. ഇതാണ് ഉൾവശം. 2 സൈഡിലും ബാൽക്കണി ഉണ്ട്. പ്ലസ് ഫ്രിഡ്ജും ബാത്റൂം നല്ല രസമാണ്. ഉള്ളിൽ ചെടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ബാത്റൂം. അതിൻ്റെ റൂഫ് ടോപ്പൊക്കെ കാണാൻ നല്ല രസമാണ്. ബാക്കിലെ ബാൽക്കണീൻ്റെ അവിടെ ഒരു ഹാമൊക്കെ ഉണ്ട്. പക്ഷെ മഴ കാരണം അതിലൊന്നും ഇരിക്കാൻ പറ്റിയില്ല, കംപ്ലീറ്റ് വെള്ളമായിരിക്കുമല്ലോ. ഓരോ വില്ലേൻ്റെയും ബാക്കിൽ ഇതുപോലെ ഓരോ സെപ്പറേറ്റ് ഹാമൊക്കും പിന്നെ ഒരു കോമ്പൗണ്ടിലായിട്ട് ഊഞ്ഞാലുകളും ഉണ്ട്. ഒറിജിനൽ വലിയ ഊഞ്ഞാലില്ലേ, നല്ല നല്ല ശക്തിയിൽ നമുക്ക് ഊഞ്ഞാലിടാൻ പറ്റുന്ന ഊഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ചായ ഉണ്ടായിരുന്നു. ചായ ഒരു കോഫി പിന്നെ പഴംപൊരി, അതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. എല്ലാവരും നല്ല മഴ വേറൊരു ഫീലാണ് കേട്ടോ. എല്ലാവരും മഴയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചു. അവിടെ ബുക്സൊക്കെ വെച്ച് നല്ല രസമുണ്ട്. വെറുതെ വന്നിരുന്ന് ബുക്ക് കുറച്ച് ദിവസം താമസിക്കുന്നവർക്കാണെങ്കിൽ രസമുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പൂളിലായിരുന്നു ഒരു 2-3 മണിക്കൂർ. രാത്രി 8 മണി വരെ ഞങ്ങൾ പൂളിലായിരുന്നു. അന്ന് പിന്നെ ബീച്ച് പോയില്ല. പൂള് കഴിഞ്ഞു. പിന്നെ രാത്രിയാണ് നമ്മളെ കുഞ്ഞനതിനെ കണ്ടത്, നമ്മൾ ആമക്കുട്ടൻ. അതിനെ കണ്ട് പാർവതിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം കയ്യിലൊക്കെ എടുത്തു, എല്ലാവർക്കും ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തു. തിരിച്ച് ആ പോണ്ടിലേക്ക് എന്നെ വിട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ആമ തല പുറത്തൊക്കെ ഇട്ട രാമേനെ കാണുന്നു. എല്ലാവരും അതിനെ നല്ല കൗതുകത്തോടെ നോക്കി കുറേ നേരം. പിന്നെ കുറച്ച് അതിലൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു, ഞാനാടി. പിന്നെ ലഞ്ച് നല്ല ഡിന്നർ കഴിച്ചു. ഡിന്നർ ബുഫേ ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു പാസ്ത അടിപൊളിയായിരുന്നു. സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പലതരം റോട്ടീസ്, വെജിൻ്റെ ഐറ്റത്തിൽ തന്നെ ഒരു 5-6 കറികളുണ്ടായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് മഴയത്ത് കളിക്കാനും ഒരു ഫീലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട് പുറത്ത്, പക്ഷെ അത് മഴ ആയതുകൊണ്ട് പോയില്ല. ഇവിടെ നമുക്ക് ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സ്, പിന്നെ അതല്ലാതെ നമ്മൾ അവിടെ ഇരുന്ന് ഊനോയൊക്കെ കളിച്ചു.
കുറേ നേരം സംസാരിച്ചിരുന്നു, നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റു 8 to 10 അങ്ങനെ എന്തോ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. സമയത്ത് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതും ബുഫേ ആയിരുന്നു, നല്ലതായിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഇപ്പം ഇഡ്ഡലി, ദോശ, വട, അതല്ലാതെ കോൺഫ്ലെക്സ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ നല്ലൊരു കിഡ്സിൻ്റെ പാർക്കുണ്ട്. പാർവതിയൊക്കെ അവിടെ ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു. അതിനിടയിൽ കൂടി ഒരു വാട്ടർ ഫൗണ്ടെയിൻ, അങ്ങനെ എല്ലാം രസമായിരുന്നു. ഇവിടെ ഒരു പോണ്ട് നിറയെ ഫിഷാണ്. പിന്നെ അവരുടെ പ്രൈവറ്റ് ബീച്ചിലേക്ക് പോയി. ഈ പ്രൈവറ്റ് ബീച്ചിൻ്റെ അവിടെ പക്ഷേ നല്ല മഴയുള്ള സമയമാണല്ലോ. ഇപ്പോൾ അറിയാമല്ലോ, ന്യൂസിലൊക്കെ ഫുൾ മഴയില്ല. അതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. അവിടെ ഇരുന്നൊക്കെ കുറേ നേരം ഇരുന്ന് കളിച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഈ പ്രോപ്പർട്ടി ഇപ്പം ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ മഴയൊന്നുമില്ല. ഇപ്പം നല്ല ഇമേജൊക്കെ നല്ല ക്ലിയറായിട്ട് ആ പച്ചപ്പും ഹരിതാപയൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. നല്ല രസത്തിൽ കളിച്ചു. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും അബാദിനോട്, ടേർട്ടിൽ റിസോർട്ടിനോട് ടാറ്റ പറഞ്ഞു പോയി. അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇനിയൊരു ദിവസം ബീച്ചിലൊക്കെ കളിക്കാൻ പാകത്തിനൊരു സെപ്റ്റംബറിലൊക്കെ വരണമെന്നാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യൂ.